ന്യൂ ഇയർ പ്രിപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ എന്തൊക്കെ ചെയ്യാം? ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് എന്തെങ്കിലും മിറാക്കിൾ പോലെ സംഭവിച്ചോ? നടക്കാത്ത കാര്യമാണ്. ഇതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു, എപ്പോഴെങ്കിലൊക്കെ നടക്കുമല്ലോ. ഇങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാ പറയുന്നത് സ്വയം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറുതായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. ഇതെന്തിനാ ഞാൻ ഒട്ടിച്ചത്? സ്റ്റഡി റിലേറ്റഡ് ആണ്. ഒരു ഗേൾസ് ട്രിപ്പ്, യൂണിവേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുക, ഒരു ഡ്രീം. ഞാനൊരു സ്മോൾ ബിസിനസ് 2026 വിഷൻ ബോർഡ് ഇതാ വിഷ് ലിസ്റ്റ് ദിസ് ഇയർ. അത് ഡ്രീംസ് എങ്ങനെ റിയാലിറ്റിയിലേക്ക് കോഡിങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് ഒരു ന്യൂ ഇയർ പ്രെപ്പ് വീഡിയോ അല്ല, പക്ഷെ ന്യൂ ഇയർ പ്രെപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ ചെയ്യണം അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 2025 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഏകദേശം ഈ ഒരു ഡിസംബർ സമയത്ത് നമ്മൾ 2026ലേക്ക് എന്തൊക്കെ ചെയ്യണം, ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ വിഷ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ നടന്നു, ഇനി എന്തൊക്കെയാണ് നടക്കാനുള്ളത്, അത് ഈ വരുന്ന കുറച്ച് ആഴ്ചകൾ കൊണ്ട് നടക്കുമോ, അല്ലെങ്കിൽ ഇനി എന്താ, ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് ചെയ്ത അതേ ഗോള് നമുക്ക് പകുതി എത്തിയപ്പോഴുണ്ടായിരുന്നോ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ലൈക്ക് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ ഒരു 2025 റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. എന്നെ പറ്റി പറയാനാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ ഫസ്റ്റ് വീക്ക് തന്നെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ന്യൂ ഇയർ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഷൻ ബോർഡ് അപ്പോഴേക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ പറ്റിയോന്നല്ല, ഇതിലെന്തൊക്കെ ഞാൻ അച്ചീവ് ചെയ്തു, ഇതിലെന്തൊക്കെ എനിക്ക് സാധിച്ചു, എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ല, എന്തൊക്കെ ഗോൾസ് ആണ് എനിക്ക് പകുതി ഹാഫ് വേ ത്രൂവിൽ വിട്ടുപോയത്, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് നോക്കാം. കുറേ പേര് വിഷൻ ബോർഡിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറയുമോ, കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യും. എൻ്റെ 2025 പ്രെപ്പ് വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയതായിട്ടൊരു ജേർണൽ വാങ്ങിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോൾസ്, വിഷ് ലിസ്റ്റ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു 2025 പ്രെപ്പ് വീഡിയോയിൽ ചെയ്തത്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ജേർണൽ ഇതായിരുന്നു. ഈ ഒരു ജേർണലിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇത് ആക്ച്വലി ഒരു ബ്ലാക്ക് കളർ ജേർണലാണ്. എന്നിട്ട് അതിൽ ഞാൻ ഇത് പ്രിൻ്റ് ചെയ്തിട്ടും ഒട്ടിച്ചിട്ടും ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത പോലെ ചെയ്തതാണ്. സോ ഇതിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ ചെയ്ത് തീർത്തത്. ഇനിയും പേജസ് ബാക്കി കിടപ്പുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ജേർണലിൽ നമ്മൾ പ്ലാനിങ് അങ്ങനെയൊക്കെയാണ് എഴുതിയത്. ലൈക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പം ആകെ ഒരു 3-4 പേജസിൽ അങ്ങനെയൊക്കെയായിരുന്നു എഴുതിയത്. പക്ഷെ കുറച്ചിങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഞാൻ ആകെ മാറ്റി. അതുപോലെ തന്നെ ഇതിൽ ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു ലെറ്ററൊക്കെ ഉണ്ടാക്കി, ലെറ്റർ അല്ല, എൻവലപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കാം. സോ വിഷൻ ബോർഡിനെ പറ്റി പറയുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു ജേർണൽ എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ സെറ്റ് ചെയ്തത് എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് പേജിൽ ഇങ്ങനെ എബൌട്ട് മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഹലോ, സോ മൈ നെയിം ഈസ് സ്നേഹ, ഐ ആം എ 22 years old ഗേൾ, നൗ ഐ ആം പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇതിലെൻ്റെ പേരൊക്കെയാണ് 22 അല്ല, ഇപ്പം ഞാൻ 23 ആയി. പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ മാറി. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടായിട്ട് പറയാം. അങ്ങനെയൊക്കെ എന്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതാണ് എബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ ഞാൻ എഴുതിയത്. സെക്കൻഡ് പേജിൽ ഡൂഡിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് 2025 പ്രെപ്പ് വീഡിയോ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ആ ഒരു സമയത്താണ് ഞാൻ വരച്ചത്. പിന്നെ ഞാൻ 2 പേജ് വിട്ടിട്ട് തിങ്സ് ദാറ്റ് ഐ ലവ് റീസെൻ്റ്ലി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കിതാ വിഷ് ലിസ്റ്റും ഉണ്ട്, അതുപോലെ ലെറ്ററും ഉണ്ട്. സോ ഈ ലെറ്റർ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കണം. നമുക്ക് മീൻസ് ഞാൻ ഓപ്പൺ ചെയ്ത് വായിക്കും എന്താ എഴുതിയെന്ന്. അതുപോലെ വിഷ് ലിസ്റ്റ് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ മിഡ് ഇയർ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ വേറൊരു ജേർണലിലും എൻ്റെ കുറച്ചുകൂടി വിഷ് ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജേർണൽ മീൻസ് ദിസ് വൺ. ഇതിൽ കുറച്ചുകൂടി വിഷ് ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൽ ഫസ്റ്റ് എഴുതിയത് മിറർ ബോൾ ആണ്. ഇത് ഞാൻ എഴുതി വെച്ചത് ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ്. എന്നിട്ട് ഒരു 2 വീക്സിനുള്ളിൽ ഞാൻ കോഴിക്കോട് പോയ സമയത്ത് SM സ്ട്രീറ്റിൽ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഒരു മിറർ ബോൾ കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചു. ലൈക്ക് ഞാൻ 2025 മിറർ ബോൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിലിത് എഴുതിയത്. പക്ഷെ എഴുതി ഒരു 2 വീക്സിനുള്ളിൽ ഞാൻ മിറർ ബോൾ വാങ്ങിച്ചു. ലൈക്ക് എൻ്റെ ഫസ്റ്റ് വിഷ് ലിസ്റ്റുള്ള സാധനം, ഫസ്റ്റ് എഴുതുന്നത് എന്തായാലും നമുക്ക് അത്യാവശ്യം പ്രയോറിറ്റി കൊടുക്കേണ്ട സംഭവമായിരിക്കും. അത് ഞാൻ വാങ്ങിച്ചു, അതും 2025 ആവുന്നതിൻ്റെ മുന്നേ.
എൻ്റെ വിഷ് ലിസ്റ്റിൽ കുറേ വർഷങ്ങളായിട്ട് കിടന്ന സംഭവമാണ് ഐപാഡ് ഞാൻ എല്ലാ വർഷത്തെ വിഷ് ലിസ്റ്റിലും ഓക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് എഴുതുമെങ്കിലും ദിസ് ഇയർ അത് സംഭവിച്ചു. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഐപാഡ് എൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ഡ്രീം ആണ്. എപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും ഐപാഡ് വാങ്ങിക്കണം, പക്ഷെ ഈ വർഷം അത് വാങ്ങിക്കാൻ പറ്റും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാങ്ങിച്ചതാണ് അതും ഞാൻ സെപ്റ്റംബറിൽ തന്നെ വാങ്ങിച്ചു. ഇറ്റ് വാസ് ലൈക്ക് എ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഐപാഡ്. അത് സ്റ്റിൽ ഒരു ഡ്രീം പോലെയാണ്. എനിക്കിപ്പോഴും എൻ്റെ കയ്യിൽ ഐപാഡ് എൻ്റെ കയ്യിലുണ്ടാവുമ്പം ഇത് ഞാൻ തന്നെ വാങ്ങിച്ചാണോ, ഇത് എൻ്റെതാണോ, അങ്ങനൊരു ഫീലാണ്. തേർഡ് വൺ ആയിട്ട് വൈറ്റ് ടേബിൾ എന്നാണ്. വൈറ്റ് ടേബിൾ എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ ടേബിൾ വാങ്ങിച്ചു, പുതിയൊരു ടേബിൾ ഞാൻ വാങ്ങിച്ചു. ഇത് എഴുതിയ സമയത്ത് എനിക്ക് വൈറ്റ് ടേബിൾ വാങ്ങിക്കണം എന്നായിരുന്നു, പക്ഷേ വാങ്ങിക്കേണ്ട ടൈമായപ്പം എനിക്ക് വൈറ്റ് വേണ്ട, വൈറ്റ് ആവുമ്പം എനിക്ക് കുറച്ചുകൂടെ ഈ ഒരു കളറാണ് ഇഷ്ടമായത്, അപ്പോൾ ഇത് വാങ്ങിച്ചു. സോ വൈറ്റ് ടേബിളിൽ നിന്ന് ഞാൻ ആ ടൈമിൽ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് താല്പര്യം ഈ ഒരു കളറായതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചതാണ്. സോ ഞാൻ ആ ഒരു മൂന്നാമത്തെ വിഷ് ലിസ്റ്റിലുള്ള ടേബിളും വാങ്ങിച്ചു. അടുത്തത് ക്രോക്സ് ആണ്, ലൈക്ക് ചെരുപ്പാണ്. ക്രോക്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ചെരുപ്പ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിച്ചില്ല. ആക്ച്വലി എനിക്ക് അതൊക്കെ എഴുതിയത് മറന്നുപോയി. നമ്മൾ മിറർ ബോൾ ആണെങ്കിലും ഐപാഡ് ആണെങ്കിലും ഒക്കെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ എനിക്കിത് വാങ്ങിക്കണം എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവാറുണ്ട്. പക്ഷേ ക്രോക്സ് ഒന്നും അങ്ങനെ എൻ്റെ മൈൻഡിൽ അങ്ങനെ വേണം അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. എഴുതുന്ന സമയത്ത് ക്രോക്സ് കിട്ടിയാൽ കൊള്ളാം, ക്രോക്സ് ഇട്ടാൽ കൊള്ളാം അങ്ങനെയുള്ള രീതിയിൽ എഴുതി കൊടുത്തതാണ്. സോ ഞാൻ അധികം എനിക്ക് വേണമെന്ന് ഭയങ്കര വിഷ് ചെയ്തൊരു സംഭവമല്ല. ഈ ഒരു ചെരുപ്പിൻ്റെ ഒക്കെ ഡ്യൂപ്പ് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ക്രോക്സ് ആയാലും കുഴപ്പമില്ല, മറ്റേതായാലും കുഴപ്പമില്ല, കണ്ടാലെല്ലാം ഒരേപോലെ ഉണ്ടാവും. എന്നാലും ഒരു ക്രോക്സ് വാങ്ങിക്കണം എന്നുണ്ട്. നമുക്ക് അടുത്ത വർഷം വാങ്ങിക്കാമല്ലോ, നോ പ്രോബ്ലം. പിന്നെ ബർക്കിൻസ്റ്റോക്സ്, അതും ചെരുപ്പ് വാങ്ങിച്ചില്ല. ബുക്ക് ഷെൽഫ് വാങ്ങിച്ചു ഞാൻ. ബുക്ക് ഷെൽഫ് പണ്ട് മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് ഈ വർഷം ഇങ്ങനൊരു ബുക്ക് ഷെൽഫ് ഇല്ലെങ്കിലും മറ്റേ ബുക്ക് ആർട്ട് വാങ്ങിച്ചുകൊണ്ട് ബുക്ക് ഷെൽഫായിട്ട് അതിനെ കണക്കാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു നവംബർ ലാസ്റ്റ് ടൈമിന് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബുക്ക് ഷെൽഫ് വാങ്ങിച്ചു. റൂം മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്ന സമയത്തും ഞാൻ ഈ ഒരു ബുക്ക് ഷെൽഫ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എന്തോ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം 2000 ബിലോ കണ്ടപ്പം എനിക്കൊരിത് 2000 ബിലോയിൽ ഇനി ഒരിക്കലും കിട്ടാൻ പോണില്ല. പിന്നെ ഇത് ഇനിയിപ്പോൾ പണിയിക്കാനാണെങ്കിൽ തന്നെ ഈ ഒരു മൾട്ടിവുഡൊക്കെ വാങ്ങിച്ച് പണിയിക്കാനാണെങ്കിൽ തന്നെ ഇതിലും പൈസയാവും. ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കണം, അതുപോലെ ഈ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും വേറെ പൈസ വേണം. സോ 2000 താഴെ ആണെങ്കിൽ അതൊരു നല്ല ഡീലായിട്ട് തോന്നിയപ്പം ഞാൻ ഓർഡർ ചെയ്തു. ആൻഡ് ഞാൻ വോട്ട് ചെയ്തത്, ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല, ബട്ട് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ വോട്ടിൻ്റെ ആണ് 2 പേരിലില്ല. സോ ഞാനിത് വീഡിയോയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് പറയാൻ തോന്നി. ഞാൻ വ്ളോഗിങ് ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കാമല്ലോ. സ്റ്റാറി നൈറ്റ് ടീഷർട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ഏതോ ഒരു വ്ളോഗിലെന്തോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തോട്ടം സ്ട്രീറ്റിൽ പോയപ്പോൾ സ്റ്റാറി നൈറ്റിൻ്റെ ഇതിലുള്ള ഒരു ടീഷർട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓറഞ്ച് കളറിൽ സ്റ്റാറി നൈറ്റ് അതെനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പം ഞാനത് വാങ്ങിച്ചില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുമില്ല. അപ്പം എനിക്ക് അത്രയ്ക്കാണ് ഞാൻ ഈ ഒരു ബുക്കിൽ വിഷ് ലിസ്റ്റിലാക്കി എഴുതിയത്. സോ ഞാൻ വേറൊരു ബുക്കിലും കൂടെ വിഷ് ലിസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ. നമ്മുടെ മിഡ് ഇയർ റീസെർച്ച് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു ബുക്കിലായിട്ടും കുറച്ചധികം വിഷ് ലിസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു വിഷ് ലിസ്റ്റ് ഈ ഒരു ബുക്കിൽ എഴുതി വെച്ച വിഷ് ലിസ്റ്റ് കാര്യങ്ങൾ. ഇതിലും അതിൽ ഐപാഡ് ആണെങ്കിലും ഇതിൽ എഴുതിയത് ഐപാഡ് അല്ലെങ്കിൽ സാംസങ് ടാബ് S9 FE. ഞാൻ വിചാരിച്ചു ഐപാഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഐപാഡ്, ഇല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഈ ഒരു ടാബ് വാങ്ങിക്കാം. അതുപോലെ സ്റ്റഡീസിൻ്റെ ആവശ്യത്തിന് ലാപ്ടോപ്പ് വാങ്ങിച്ചു. പക്ഷേ ലാപ്ടോപ്പൊന്നും എൻ്റെ വിഷ് ലിസ്റ്റിലില്ല. ലാപ്ടോപ്പിൻ്റെ കൂടെ എനിക്ക് വലിയൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വാങ്ങിച്ചു. പിന്നെ മിറർ ബോർഡ് എഴുതിയിട്ടുണ്ട്, ക്രോക്സ്, ബർക്കിൻസ്റ്റോക്സ്, മിററും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഈ റൂമിലില്ല, ഞാൻ പുറത്ത് കൊണ്ടുവച്ചതാണ്. റൂം മേക്ക് ഓവറിൻ്റെ സമയത്ത് അകത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. സോ മിററും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വാങ്ങിച്ചത്. അതിൻ്റെ വ്ളോഗ് അത് ഞാൻ ഏതോ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മിറർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് ടേബിൾ എഴുതിയിട്ടുണ്ട്. സൈഡ് ടേബിൾ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെന്താ, ടേബിൾ ലാമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. ടേബിൾ ലാമ്പ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ 2 ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ടേബിൾ ലാമ്പ് തന്നെയാണ്, ഒന്ന് ഫ്ലോർ ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഫ്ലോർ ലാമ്പ് ഈ അടുത്ത് വാങ്ങിച്ചതാണ്.
പിന്നെ ഫ്ലോട്ടിംഗ് ഷെൽഫ് എന്ന് എഴുതിയിട്ടുണ്ട്, അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 2 ഫ്ലോട്ടിംഗ് ഷെൽഫ് ഉണ്ട്. ഒന്ന് ആ ഒരു ടേബിളിൻ്റെ മേലേറ്റും പിന്നെ ഈ ഒരു ബെഡിൻ്റെ മേലേറ്റുണ്ട്. പിന്നെ ചെയർ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ ചെയർ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ബട്ട് വാങ്ങിക്കും. പിന്നെ സൺസെറ്റ് ലാമ്പ് എഴുതിയിട്ടുണ്ട്, സൺസെറ്റ് ലാമ്പും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞു വിഷ് ലിസ്റ്റ് ആണെങ്കിലും കുറേയൊക്കെ നടന്നു. പിന്നെ സോഫ്റ്റ് ടോയിന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഗിങ്കം ബെഡ്ഷീറ്റ് ആൻഡ് പില്ലോ കവറിന് എഴുതിയിട്ടുണ്ട്, അതും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ബട്ട് റൂം മേക്ക് ഓവറിൻ്റെ സമയമാകുമ്പം എന്തായാലും ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കണം. സോ ഞാൻ ഇങ്ങനെ ഇതേ ഗിങ്കം പ്രിൻ്റ് തന്നെ വരുന്ന വാങ്ങിക്കുമെന്ന് അറിയില്ല, ബട്ട് ടൈം ഉണ്ട്. ഇതൊക്കെ എനിക്കുള്ള എൻ്റെ വിഷ് ലിസ്റ്റിലുള്ളത് ഗിങ്കം പ്രിൻറ്റിൻ്റെ ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, ചെയർ ഉണ്ട്. പിന്നെന്താ ഞാനൊക്കെ വായിച്ചു എന്ന് തോന്നുന്നു. ക്രേറ്റ് ബാസ്ക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ക്രേറ്റ് ബാസ്ക്കറ്റും മേ ബി ഞാൻ വാങ്ങിക്കുമായിരിക്കും. റൂം മേക്ക് ഓവറിൻ്റെ സമയത്ത് സ്റ്റോറേജ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ, അപ്പം ഞാൻ ചിലപ്പം ക്രേറ്റ് ബാസ്ക്കറ്റ് വാങ്ങിക്കും. ഐഫോണിനും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഐഫോൺ ഈ ഒരു വർഷം എന്തായാലും വാങ്ങിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും എഴുതുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ നോക്കുവാണെങ്കിൽ വിഷ് ലിസ്റ്റിൽ എഴുതിയിട്ടുള്ളതിൽ കുറേയൊക്കെ നടന്നു എന്ന് പറയുമ്പം ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇത് എഴുതിയ സമയത്താണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ അത്യാവശ്യം സ്റ്റാർട്ടിങ് ആണ്, അങ്ങനെ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ആഗ്രഹിച്ച് എഴുതി. നടക്കുന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലെങ്കിലും എഴുതി കൊടുത്തു. പക്ഷെ അത് കുറേയൊക്കെ നടന്നു. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഇങ്ങനൊരു വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നടക്കുമോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. അതും എഴുതുമ്പം എൻ്റെ ഒരു ഇപ്പോഴത്തെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെ എഴുതുക. ഞാനിതിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എഴുതിയിട്ടുണ്ട്, അതുപോലെ കിട്ടിയാൽ കൊള്ളാം അങ്ങനത്തെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് എഴുതിയത് അത്ര അങ്ങ് നടന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തായാലും നിങ്ങൾ ഒരു വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെക്കണം. നിങ്ങൾക്ക് അത്ര ആഗ്രഹമുള്ള അത് വേണം ഇത് വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ എന്തായാലും എഴുതി കൊടുക്കുക. ഞാൻ ഈ ഒരു ഐപാഡ് വാങ്ങിച്ച സമയത്തും എൻ്റെ വീഡിയോസിൽ ഐപാഡ് കാണുന്ന സമയത്തും കമൻസിൽ ചിലർ പറയും എൻ്റെയും ഡ്രീമാണ് ഐപാഡ്, ചേച്ചി ഭയങ്കര ലക്കിയാണ്, എനിക്കിത് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ഞാൻ 23 ആണ്. എനിക്ക് അത്രയും എപ്പോഴോ എനിക്ക് ഈ ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ട് ഐപാഡ് വാങ്ങിക്കണമെന്ന്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഇപ്പോഴാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വാങ്ങിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയില്ലെങ്കിലും ആഗ്രഹിച്ച് കുറച്ച് ടൈം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. സോ നിങ്ങൾ എന്തായാലും ഒരു വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇനിയും ഞാനും നിങ്ങളും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ വിഷൻ ബോർഡ് നമുക്ക് ചെക്ക് ചെയ്യാം, എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് ഞാൻ ഈ ഒരു വിഷൻ ബോർഡിൽ ആഡ് ചെയ്തത്, എന്തെങ്കിലും മിറാക്കിൾ പോലെ സംഭവിച്ചോ, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു വിഷൻ ബോർഡിലുള്ള ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഫ്ലവേഴ്സ് വാങ്ങിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ഈ ഒരു വർഷം ഫ്ലവർ ബൊക്കെ എനിക്കായിട്ട് വാങ്ങിച്ചിട്ടില്ല, ബട്ട് സമ്മൺ ഗേവ് മീ എ ഫ്ലവർ ബൊക്കെ. അത് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് തന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ തന്നെ ബർത്ത്ഡേക്ക് ഫ്ലവേഴ്സൊക്കെ വാങ്ങും. പക്ഷേ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഫ്ലവേഴ്സൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ബട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഫ്ലവർ ബൊക്കെയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു ഫ്ലവർ ബൊക്കെ തരുന്നത്. ഒരു ഫ്ലവർ ബൊക്കെ ആയിട്ട് എനിക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ്. ആ ഒരു ഫ്ലവേഴ്സ് ഞാൻ ഡ്രൈ ആക്കിയിട്ട് ഇവിടെ വെച്ചതാണ്. പിന്നെ ഞാൻ പ്ലെയിനിലുള്ള ഒരു പിക്ചർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ പ്ലെയിനിൽ കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ പാസ്പോർട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ ഞാനിങ്ങനെ എവിടെ പോക്കില്ല എന്ന് പറയുമ്പം എനിക്കങ്ങനെ ട്രാവൽ ചെയ്ത് അധികം ഇതില്ല. സോ എന്നാലും എനിക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് പ്ലെയിനിൽ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തതാണ്. പക്ഷെ നടന്നിട്ടില്ല. ബട്ട് അടുത്ത വിഷൻ ബോർഡിലും ഞാൻ സ്റ്റിക്ക് ചെയ്യും, എപ്പോഴെങ്കിലുമൊക്കെ നടക്കുമല്ലോ. പിന്നെന്താ, ഒട്ടും സ്കിൻ കെയർ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ കഴിഞ്ഞ വർഷം വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ സ്കിൻ കെയർ വേണം, ഞാൻ ഈ വർഷം സ്കിൻ കെയർ ചെയ്യും, സ്കിൻ കെയർ റുട്ടീൻ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സ്കിൻ കെയറിൻ്റെ സംഭവം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ ഒന്നും യൂസ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ സൺസ്ക്രീൻ തന്നെ എപ്പോഴെങ്കിലൊക്കെ ഇടും, എപ്പോഴെങ്കിലൊക്കെ ഇടൂല, അങ്ങനെയായിരുന്നു. ബട്ട് ഗ്രാജ്വലി ഞാൻ സ്കിൻ കെയർ ആയിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു അലോവേറ ജെല്ല് വാങ്ങിച്ചു. അലോവേറ ജെല്ല് എനിക്ക്
ഓക്കെ വർക്കിംഗ് ആണ്. മോയ്സ്ചറൈസർ എന്നൊന്നും പറഞ്ഞാൽ ഒന്നും അപ്ലൈ ചെയ്യാറില്ല, പക്ഷേ അലോവേര ജെൽ ഈസ് ഫൈൻ ഫോർ മീ. അതുപോലെ തന്നെ ഞാൻ സൺസ്ക്രീനും എപ്പോഴും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വലിയ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമല്ല, പക്ഷെ എന്നെ വെച്ച് നോക്കുമ്പം ഞാൻ ഒരു സാധനവും ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു റുട്ടീനൊന്നും അല്ലെങ്കിലും ഒന്ന് രാവിലെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫേസൊക്കെ കഴുകിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദിസ് ഇയർ എന്തായാലും ഒരു റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യും. പിന്നെ 5:30 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 5:30 എന്ന് ഞാൻ എഴുതിയത് രാവിലെ എണീക്കണം അത് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ 5:30 ഞാൻ എണീക്കാറില്ല എന്ന് പറയുമ്പോൾ ഞാൻ കിടക്കേന്ന് എണീക്കാറില്ല, പക്ഷെങ്കിൽ കണ്ണ് തുറക്കാറുണ്ട്. അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ രാവിലെ എണീക്കും, പക്ഷെങ്കിൽ കുറച്ച് സമയം കിടക്കയിലൊക്കെ കിടന്ന് ഒന്ന് റെഡി ആയിട്ട് എണീക്കും. പക്ഷേ ഒരു 6 മണി 6:45 6:30 എന്തായാലും ഞാൻ കട്ടുമെന്ന് എണീക്കും. എനിക്ക് കുറച്ച് നേരത്തെ എണീച്ചാൽ ഇഷ്ടമാണ്. എനിക്ക് നേരത്തെ എണീക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യില്ലെങ്കിലും നേരത്തെ എണീക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ എണീക്കാറുണ്ട്. പിന്നെ എനിക്ക് അധികം ലേറ്റായിട്ട് ഞാൻ വേണമെങ്കിൽ ഉച്ചയ്ക്ക് കിടന്നുറങ്ങും, പക്ഷേങ്കിൽ രാവിലെ നേരത്തെ എണീക്കണം. അങ്ങനെ ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ രാത്രി എത്ര വൈകി ഉറങ്ങിയാലും എനിക്ക് രാവിലെ എണീക്കണം. എണീച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കിടക്കും, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കും എന്ന് പറയുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞേ കിടക്കുള്ളൂ. പക്ഷെ രാവിലെ എണീക്കണം. ദെൻ കുറേയൊക്കെ സ്റ്റഡീസ് ബേസ് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ കാണിക്കാം, കാണുന്നുണ്ടോ? ഇതെന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് PSC കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒട്ടിച്ച പിക്ചേഴ്സൊക്കെ ആക്ച്വലി ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന പിക്ചേഴ്സാണ്. കമ്പ്യൂട്ടർ പിന്നെ പെയിൻറ്റിങ്. ഓക്കെ, ഇത് ആക്ച്വലി പെയിൻ്റ് ആണ് കേട്ടോ. പെയിൻറ്റിങ് ചെയ്യുന്ന പോലത്തെ ഒരു പിക്ചറാണ് കേട്ടോ. അത് ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക പറയുന്നത്? ഞാൻ ഇതിനെപ്പറ്റി പറയാം, ഈ ഒരു പിക്ചറിനെ പറ്റി പറയാം. ഞാൻ എടുത്ത കോഴ്സിൽ ആക്ച്വലി ഇപ്പോൾ പെയിൻറ്റിങ് ഉണ്ട്, പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുന്നു പറയുന്നുണ്ട്. സോ എനിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കും, പക്ഷെ അടിപൊളിയായിട്ട് അങ്ങനെ വരയ്ക്കുമല്ലോ, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരുന്നു എന്ന് സ്വയം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല. എപ്പോഴും എനിക്ക് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം ഞാൻ മനസ്സിൽ വിചാരിക്കും. പക്ഷേ ഇനിയിപ്പം ഡ്രോയിങ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇവിടെ ഞാൻ മൾട്ടിമീഡിയ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് എടുത്തിട്ടുള്ളതെങ്കിലും സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് തരാറുണ്ട്. ഈ പെയിൻറ്റിങ്, ഡ്രോയിങ് അതൊക്കെ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. അതൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിലുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഞാൻ ആ ഒരു സമയത്ത് PSC എക്സാം ഞാൻ എഴുതിയിട്ടില്ല. PSCക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിലുള്ള പിക്ചേഴ്സൊക്കെ ഒരു ലാപ്ടോപ്പൊക്കെ വെച്ച് പഠിക്കുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള പിക്ചേഴ്സാണ് ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്തത്. ഇപ്പോഴുള്ള എൻ്റെ കോഴ്സ്, ഞാൻ ഈ ഒരു സമയത്ത് ഈ ഒരു കോഴ്സ് എടുക്കും. ഈ ഒരു കോഴ്സിനെ പറ്റി എനിക്ക് അറിയേണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ എടുത്ത കോഴ്സ് ഇതിലുള്ള പിക്ചറായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. ഞാൻ ലാപ്ടോപ്പിലാണ് ഇപ്പം വർക്ക് ചെയ്യാറ്. പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ ലാപ്ടോപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. സോ അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ആ ഒരു സമയത്താണെങ്കിൽ എനിക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി ഒന്നും അറിയാനുണ്ടായിരുന്നില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ ഇതില്ലെങ്കിൽ PGക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. PGക്ക് അഡ്മിഷൻ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ പറ്റി കേട്ടപ്പോൾ ഇങ്ങോട്ട് പോയത്. സോ അതും ഒരു മിറാക്കിളാണ്. പിന്നെ ഞാൻ വ്ളോഗിങ് ക്യാമറ വിഷ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്ളോഗിങ് ക്യാമറേൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് വാങ്ങിച്ചില്ല. പിന്നെ ഇത് പ്ലാന്റ്സിനെ പറ്റിയുള്ളതാണ്. ആക്ച്വലി എൻ്റെ റൂമിൽ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ ചെയ്തിട്ടുണ്ട്. സോ ദെൻ ഇത് സ്കിൻ കെയർ അതിൽ പെടുന്ന പിക്ചറാണ് കേട്ടോ. ഇതെന്തിനാ ഞാൻ ഒട്ടിച്ചത്? നെക്സ്റ്റ് ഇതൊരു കോൺസേർട്ടിൻ്റെ പിക്ചറാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ അടിപൊളി പരിപാടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അങ്ങനത്തെ പോകുന്ന പരിപാടിക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഒരു പരിപാടിക്ക് ഞങ്ങൾ പോയി. ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫെസ്റ്റിൽ കുറച്ച് ഒരു ബാൻഡ്
പാട്ട് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റി. അതും ഞാൻ ഏതോ ഒരു വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് വന്ന് വിളിക്കുന്നത്. അങ്ങനെ അത് ഞാനൊരു വ്ളോഗാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് വ്ളോഗിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ ഞങ്ങൾ അങ്ങനെ ഒരു ബാൻഡിൻ്റെ ഒരു കൺസേർട്ട് പോലത്തെ ഒരു സംഭവത്തിൽ അറ്റൻഡ് ചെയ്തു. ആലോചിച്ച് നോക്കുമ്പം അതും ഒരു ജാനുവരി ഫെബ്രുവരി ആ ടൈമിലിട്ട വ്ളോഗിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അതും സംഭവിച്ചു. ദെൻ ഇതൊരു പീസ് ഓഫ് മൈൻഡ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുള്ള പിക്ചറാണ്. എനിക്ക് കുറേ പീസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷം. പീസ്ഫുൾ അറ്റ് ദ സെയിം ടൈം കുറച്ച് ഹെക്റ്റിക് ആണ്, അറ്റ് ദ സെയിം ടൈം പീസ്ഫുൾ ആണ്, അങ്ങനെ അറിയില്ലേ, അങ്ങനത്തെ കുറച്ച് പീസ്ഫുൾ മൊമെൻറ്റ്സ് ഒക്കെ ഉദ്ദേശിച്ചിട്ട ഒരു പിക്ചറാണ് അത്. സൺസെറ്റ് വ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ സൺസെറ്റൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് സൺസെറ്റ് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ബീച്ചിൽ പോയിട്ട് സൺസെറ്റ് കാണുന്നത് ഇഷ്ടമാണ്, അല്ലാണ്ട് സൺസെറ്റ് കാണുന്നത് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഡെയിലി ബസ്സിൽ വരുമ്പോഴാണ് സൺസെറ്റ് കാണാറ്. പിന്നെ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ലൈക്ക് ഹെൽത്തി ആവണം എന്ന് വിചാരിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തതാണ്. കൈൻഡ് ഓഫ് ഹെൽത്തി ആണ് ഞാൻ, കുഴപ്പമില്ല. പിന്നെ പഠിക്കാൻ ഉദ്ദേശത്തിൽ നല്ല ഗുഡ് ഗ്രേഡ്സ് ഉദ്ദേശിച്ചാണ് ഈ ഒരു പിക്ചർ കൊടുത്തത്. ഗുഡ് ഗ്രേഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഞാൻ നന്നായിട്ട് തന്നെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിറർ ബോൾ ആണ്. ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ മിറർ ബോൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് നൗ ഐ ഹാവ് മിറർ ബോൾ. അറ്റ് ദ സെയിം ടൈം ഞാനൊരു മിറർ ബോൾ ഉണ്ടാക്കി. മിറർ ബോൾ പ്ലാന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതും സാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു വൈബ്, ഇത് സൺസെറ്റ് വൈബാണ്. പക്ഷെ എൻ്റെ റൂമിൽ സൺസെറ്റ് കിട്ടൂലല്ലോ. പക്ഷെ എൻ്റെ റൂമിൽ രാവിലെ ഏകദേശം ഈ ഒരു മിറർ ബോൾ കാര്യങ്ങളൊക്കെ വരുമ്പം ഈ ഒരു വൈബാണ്. അതും സാധിച്ചു. ദെൻ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറേ പിക്ചർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ PSC ആണ് നോക്കിക്കൊണ്ടിരുന്നത് പോലും ഞാൻ ഫുൾ ടൈം PSC ആവാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ പോകുമെന്നറിയാം, പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ഉദ്ദേശിച്ച് സ്റ്റിക്ക് ചെയ്തതാണെങ്കിലും ഞാൻ ഇപ്പം ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട്. സോ അതും നടന്നു. ദെൻ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും കുക്കിംഗ് ചെയ്യാറില്ല. പക്ഷേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എന്തൊക്കെയോ. അങ്ങനെ ഒന്നും കുക്ക് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും. അത്രയൊക്കെ തന്നെ, അല്ലാണ്ട് ഞാനങ്ങനെ കുക്ക് ചെയ്യാറില്ല. ബട്ട് ഐ വിഷ് ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യും. ഐ വിൽ ഡു. ഈ ഒരു പിക്ചർ ആക്ച്വലി വർക്കലയാണ്. വർക്കല എന്നടിച്ചപ്പം അവിടെയുള്ള ഏതോ ഒരു കഫേയിൽ അങ്ങനത്തെ എന്തോ പിക്ചറാണ് വന്നത്. വർക്കലയിലേക്ക് ഒരു ഗേൾസ് ട്രിപ്പ്, അത് ഞങ്ങളുടെ ഒരു ഡ്രീമാണ്. അതിനുള്ള അവസരം ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് മൊത്തം സെറ്റായിട്ടുണ്ടായിരുന്നു. അതൊരു കഴിഞ്ഞ മെയ്യിലാണ്. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പം അത് നടന്നില്ലെങ്കിലും ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. ലൈക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് പോകേണ്ടത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ചില ഇതുകൊണ്ട് നടന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അത് ഒരു ഉറപ്പ് വന്നു, എന്തായാലും പോകാൻ പറ്റും, പോകേണ്ട ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എന്തായാലും പോകാൻ പറ്റും എന്നുള്ളൊരിത് വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഈ വർക്കിലാണെങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എന്താ പറയുക, പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോവാം അങ്ങനെ പ്ലാൻ ചെയ്ത ട്രിപ്പും അല്ലായിരുന്നു. എനിക്കൊരു കൊളാബ് ഇങ്ങോട്ട് വന്നതാണ്. ലൈക്ക് അവിടെയുള്ളൊരു റിസോർട്ട് പോലത്തെ ഒരു സ്റ്റേ, അതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞൊരു കൊളാബ് വന്നതാണ്. അപ്പം അതെന്തായാലും വന്നല്ലോ ഇങ്ങോട്ടേക്ക്. ലൈക്ക് നമ്മുടെ ഡ്രീംസ് അനുസരിച്ച് യൂണിവേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങോട്ടേക്ക് ഒരു കൊളാബ് വന്നതാണ്. അപ്പോൾ എന്തായാലും പോകാൻ പറ്റും എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ എന്താ പറയുക, മെയ് ജൂൺ ആ ഒരു ടൈമിലാണ് വന്നത്. അപ്പോൾ ജൂൺ മാസം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മഴ ഇടി അങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ എന്തായാലും വർക്കലേക്ക് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. സോ എന്തായാലും ഒരു സമ്മർ ആ ഒരു വൈബിൽ വർക്കലേക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങൾ എന്തായാലും പോവും. അടുത്ത പിക്ചർ ഈസ് ആൻ ഐപാഡ് വാങ്ങിച്ചു, ഞാൻ പറഞ്ഞല്ലോ. ഇതാണെങ്കിൽ സ്മോൾ ബിസിനസ് പോലെ കുറേ പാക്കേജൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ വർഷം ഞാൻ ഫസ്റ്റ് ടൈം, എനിക്ക് ആക്ച്വലി ഒരു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒന്നും അയക്കുന്നതന്നെ അറിയില്ല. പക്ഷേങ്കിൽ കഴിഞ്ഞ വർഷം ഞാനൊരു സ്മോൾ ബിസിനസ് പോലെ കലണ്ടറൊക്കെ സെല് ചെയ്തിട്ടുണ്ട്. ഈ വർഷവും കലണ്ടർ സെല് ചെയ്യണമെന്നൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല, ടൈമൊന്നും കിട്ടിയില്ല. ഒരു സ്മോൾ ബിസിനസ് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അത് ഡിസംബറിലാണ് ചെയ്തതെങ്കിലും ജാനുവരി വരെയൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. സോ അതും സാധിച്ചിട്ടുണ്ട്.
പിന്നെന്താ, വൈകാതെ തന്നെ എനിക്കൊരു സ്മോൾ ബിസിനസ് പേജ്, ആക്ച്വലി ഞാനൊരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഒഫീഷ്യലായിട്ട് പറയാം. ഞാൻ അധികം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ എന്തായാലും എന്താണെന്നൊക്കെ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പറ്റട്ടെ. ഇത് അടുത്തതായിട്ട് വരുന്നത് ഗേൾസൊക്കെ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിൽ കൂടാ, അങ്ങനത്തെ അല്ല. ഞാൻ ഉദ്ദേശിച്ചൊട്ടിച്ചത് സ്ലീപ്പ് ഓവർ വേണമെന്നാണ്. ആ സ്ലീപ്പ് ഓവറും സാധിച്ചിട്ടുണ്ട്. ഡിസംബറിലാണ് ഞങ്ങൾ ലാസ്റ്റ് സ്ലീപ്പ് ഓവർ ചെയ്തത്. പക്ഷെ ഈ ഇയർ നോക്കുകയാണെങ്കിൽ ഓണത്തിന്റെ സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്ലീപ്പ് ഓവർ പ്ലാൻ ചെയ്ത് സെറ്റാക്കി നടത്തിയിട്ടുണ്ട്. സ്ലീപ്പ് ഓവറും നടന്നിട്ടുണ്ട്. 2 പ്രാവശ്യം എന്നോട് ഒട്ടിച്ചു പോയിട്ടുണ്ട്. കണ്ടാ, ഇവിടെയുണ്ട്. അതുകൊണ്ട് കുറച്ചധികം പീസ് ഓഫ് മൈൻഡ് എനിക്കുണ്ടായിരുന്നു. ദെൻ ഗാർഡനിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റഡീസ്. ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഈ വർഷത്തെ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്നത്. കുറേയൊക്കെ സെയിം സ്റ്റഡീസ് അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ സാധിക്കാത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിൽ വിഷൻ ബോർഡിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയൊരു വിഷൻ ബോർഡാണ്. ബട്ട് സ്റ്റിൽ അത് നടന്നു. ഞാൻ ചെയ്തത് വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അത് എന്തായാലും നടക്കും എന്നുള്ള രീതിയിലല്ല ഞാൻ ആ ടൈമിൽ ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും വീഡിയോസൊക്കെ എടുക്കണം, പിന്നെ പ്രപ്പ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുമ്പോൾ വിഷൻ ബോർഡ് എന്തായാലും വേണമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ എന്താ പറയേണ്ടത്, മിറാക്കിൾ എന്നൊന്നും പറഞ്ഞാൽ പറ്റൂല. ലൈക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് അതൊക്കെ സാധിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ നടന്നപ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അതുപോലെ ഞാനൊരു ലോങ് ടേം വിഷൻ ബോർഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷൻ ബോർഡിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷൻ ബോർഡ് ലോങ് ടേം എന്ന് പറയാൻ കാരണം ഒരു 1 ഇയറിലേക്ക് സെറ്റ് ചെയ്തതല്ല. ഒരു 2 to 3 ഇയേഴ്സ് ഉള്ള എൻ്റെ 2 to 3 ഇയേഴ്സ് കൊണ്ട് എന്തൊക്കെ എനിക്ക് വേണം, എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ച ഒരു വിഷൻ ബോർഡാണ് ഇത്. സോ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ചാനലിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതിൽ വിഷൻ ബോർഡിനെ പറ്റിയൊക്കെ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഈ ഒരു വിഷൻ ബോർഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് 2026 വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇത്രയും വിഷൻ ബോർഡിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ വിഷൻ ബോർഡിനെ പറ്റിയുള്ള കുറച്ചെങ്കിലും ഐഡിയാസ് വന്നിട്ടുണ്ടാവും. പിന്നെ വിഷൻ ബോർഡ് നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ വർഷം ഞാൻ വിഷൻ ബോർഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പിക്ചേഴ്സ് കട്ട് ചെയ്ത് അങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാമിൽ ജേർണൽസ് ഓഫ് ചുമാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. ആള് ഒരു ജേർണലിംഗ് പ്ലസ് വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഹൈലൈറ്റിംഗ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, സാധാരണ ജേർണലിംഗ് അല്ല, ഈ മൈൻഡ്ഫുൾ ജേർണലിംഗ്, ആ ഒരു ജേർണലിങ്ങിനെ പറ്റിയുള്ള ക്ലിയർ ഐഡിയ കാര്യങ്ങളൊക്കെ തരുകയും ചെയ്യും. പ്ലസ് വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് ഉണ്ടാവും. വിഷൻ ബോർഡ് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള ക്ലിയർ ക്ലാസ്സും തരും. അതുപോലെ തന്നെ സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ എന്താ ഉണ്ടാവുക, ഇങ്ങനെ ക്ലാസ് കാര്യങ്ങളൊക്കെ തരിക. പക്ഷേ ഇതിലുള്ള ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡേ ഒരു ലൈവ് സെഷനിൽ ഇരുന്നിട്ട് ഒന്നിച്ചാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ആ ലൈവ് സെഷനിൽ ഞാൻ എന്തായാലും ജോയിൻ ആവുന്നതാണ്. അന്ന് ഇരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. സോ നമുക്ക് എന്തായാലും നിങ്ങൾ ജോയിൻ ആവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്നിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ, ഇതിൽ ആക്ച്വലി 3 ലൈവ് സെഷനാണ് ഉണ്ടാവുക. ആ ഒരു 3 ലൈവ് സെഷനിൽ നമുക്ക് ഒരു ദിവസം ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേഷൻ അതിന് വേണ്ടിയിട്ടുണ്ടാവും. അതിന് മുന്നേ ഉള്ളതിൽ ഈ ജേർണലിങ്ങിനെ പറ്റിയും വിഷൻ ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ വിഷൻ ബോർഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ ഈ ഒരു വിഷൻ ബോർഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് വെറും പിക്ചേഴ്സ് അല്ല, അത് നമ്മുടെ ഡ്രീംസ് ആണ്. അത് ഡ്രീംസ് എങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം, ഇതിനെ പറ്റിയൊക്കെ ഉള്ളൊരു ക്ലിയർ ഐഡിയ അല്ലെങ്കിൽ ക്ലിയർ പിക്ചർ കാര്യങ്ങളൊക്കെ ഈ ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു 2 ലൈവ് സെഷൻ പ്ലസ് നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന ലൈവ് സെഷനും കൂടെ മൊത്തത്തിൽ 3 ലൈവ് സെഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പ് വരുന്നത് 28th ഡിസംബറിനാണ്. ഈ ഒരു 3 days ലൈവ് വർക്ക്ഷോപ്പ് കഴിഞ്ഞതിന് ശേഷം January 1 മുതൽ ഒരു 1 week ഫോളോ അപ്സ് ഉണ്ടാവും. ഫോളോ അപ്സ് എന്ന് പറയുമ്പം നമുക്ക് ഡെയിലി രാവിലെ ഒരു 6 മണിക്ക് ലൈവ് സെഷൻ ഉണ്ടാവും. ഈ ഒരു ലൈവ് സെഷനിൽ നമുക്ക് ആ ഒരു ഡേ പ്ലാൻ ചെയ്യുന്നതും പിന്നെ മെഡിറ്റേഷനും പിന്നെ നമുക്ക് കുറേ വിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡ്രീംസ്, ഈ വിഷൻ ബോർഡിലുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള സ്മോൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എടുപ്പിക്കും. അതൊക്കെയാണ് ആ ഒരു 6 daysലുള്ള ലൈവ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു 6 ദിവസം ഒരു 30 minutes ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ അത് ഇനിയും
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്ത് 1 മന്തിലേക്ക് പോവും. അതുപോലെ തന്നെ വീക്ക്ലി ഒരു ദിവസം റിഫ്ലക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീക്ക് എങ്ങനെ പോയി അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു സെഷനും കൂടെ ഉണ്ടാവും വീക്ക്ലി. ഇതിനൊക്കെയാണ് വർക്ക്ഷോപ്പ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പുതിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണമെങ്കിലും ഒരു വിഷൻ ബോർഡിനെ പറ്റിയുള്ള ക്ലാരിറ്റി വേണമെങ്കിലും പിന്നെ ജേർണലിങ്ങിനെ പറ്റിയോ മൈൻഡ്ഫുൾ ജേർണലിങ്ങിനെ പറ്റി കുറച്ച് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു വർക്ക്ഷോപ്പിൽ എന്തായാലും ജോയിൻ ചെയ്യാം. നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ 2026 വിഷൻ ബോർഡ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു വർക്ക്ഷോപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഒന്നുകൂടെ പേജ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പുതിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണമെങ്കിലൊക്കെ എന്തായാലും ജോയിൻ ചെയ്യുക. സോ